യേശുക്രിസ്തുവിനെ അറിയിക്കുന്നു. നമുക്ക് ദൈവനിശ്ചിതമായിട്ടുള്ള ഈ സമയത്ത് കർത്താവ് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അത് തക്കത്തിൽ ഉപയോഗിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനും ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കാൻ നമുക്ക് ആവശ്യമായ ദൈവം നൽകി തരുന്നത് നമുക്ക് ദൈവകൃപയില് നമുക്ക് ദിവസങ്ങളായിരിക്കാം. നമ്മള് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന ഓരോ നിമിഷങ്ങളിലും നമ്മുടെ കൂട്ടായ്മയില് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലെ ചിന്തകളെ അറിഞ്ഞ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അറിഞ്ഞ് നമ്മളെ അകത്തെ മനുഷ്യനെ അറിഞ്ഞ് നമ്മളെ ബലപ്പെടുത്തി ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നമ്മളെ ഓരോ ദിവസവും കർത്താവ് തന്റെ ഹിതപ്രകാരം പണിതെടുക്കുന്ന ദൈവത്തിനായിട്ട് എന്നോട് ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ഇന്ന് രാത്രിയിലും നമ്മൾ ദിവസങ്ങളായിരിക്കുമ്പോൾ നമുക്ക് ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കാനുള്ള ഒരു ദൈവകൃപ അത് നമ്മുടെ ജീവിതത്തിൽ അത് വേണ്ടുവണ്ണം സ്വീകരിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഞങ്ങളിന്ന് ലേഡീസ് മീറ്റിംഗ് ആയിട്ട് കൂടി വന്ന ദൈവങ്ങളൊക്കെ ധ്യാനിപ്പാനും പ്രാർത്ഥിപ്പാനും കർത്താവ് ഞങ്ങൾക്ക് അവസരം നൽകി തന്നു. ഞങ്ങള് ആ പ്രഭാതത്തിൽ അങ്ങനെ കൂടി വന്നപ്പോൾ ഞങ്ങൾ ചിന്തിച്ചപ്പോൾ ദൈവം എല്ലാ കാലഘട്ടത്തിലും തൻ്റെ ഭക്തന്മാരെ ശേഷിപ്പിക്കുന്ന ദൈവ പദ്ധതിയെ ഭൂമിയിൽ നടപ്പിലാക്കുവാനുള്ളവരെ കർത്താവ് എപ്പോഴും കണ്ട് സൂക്ഷിച്ചു വെക്കുന്ന ദൈവമാണ്. നോഹയുടെ കാലഘട്ടത്തിൽ ദൈവം നോഹയെ കണ്ടു, മറിയയുടെ കാലഘട്ടത്തിൽ ദൈവം മറിയെ കണ്ടു. ദൈവത്തിന് എപ്പോഴും ഇങ്ങനെയൊക്കെ നമ്മളെല്ലാവരും നമ്മുടെ ശ്രദ്ധ കൂടുതലും വഷളായി പോകുന്ന ജനത്തിലേക്കും എന്താ പറയണ്ടേ താറുമാറായിരിക്കുന്ന തലമുറയിലേക്കും കാലഘട്ടത്തിലേക്കും ഒക്കെ നോക്കുമ്പോൾ ദൈവത്തിന്റെ ശ്രദ്ധ എപ്പോഴും തനിക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ശേഷിപ്പുണ്ടെന്നും അതിൽ അങ്ങനെയുള്ളവരെ പൂർണ്ണമായും തിരിച്ചറിഞ്ഞ് അവരുടെ ഹൃദയ നിരൂപണങ്ങളെ മനസ്സിലാക്കി അവരെ ഉപയോഗിക്കുവാൻ എല്ലാ കാലത്തും കർത്താവ് മതിയായവനാണ്. അത് ദൈവത്തിന് ഉടനീളം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചില ചിന്തകൾ ഞങ്ങൾക്ക് പ്രഭാതത്തില് ചിന്തിപ്പാൻ ദൈവം സഹായിച്ചു. ദൈവം വ്യക്തമായോട് സംസാരിച്ചു, ഞങ്ങളെ ബലപ്പെടുത്തി. ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായത്, നോഹയുടെ കാലഘട്ടത്തില് അവിടെ ഉൽപ്പത്തി പുസ്തകം എഴുതിയിരിക്കുന്നു, ശരിക്കും ജനം വഷളത്വം കൊണ്ട് നിറഞ്ഞു, എല്ലാം ദുഷ്ടജനമായി മാറി. പക്ഷെ അതിന്റെ നടുവില് എന്നാൽ എല്ലാം പ്രതികൂലമായി എന്ന് പറയുമ്പം തന്നെ ഒരു അന്ന് ജീവിച്ചിരുന്ന സകല മനുഷ്യരെ കുറിച്ചും ഒരു കാര്യമേ പറയാനുള്ളൂ, അങ്ങനെ പറയാനുള്ളൂ, വ്യത്യസ്തമായിട്ടൊന്ന്. എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ടാണ്, നമുക്കറിയാം ആ ഭാഗങ്ങളൊക്കെ നമുക്ക് വളരെ പരിചിതമായ ഭാഗങ്ങളെങ്കിലും ഞങ്ങൾ ചിന്തിച്ച ഭാഗങ്ങളിലേക്ക് ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഒന്ന് ആ ദൈവത്തിന്റെ ആ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ലഭിക്കട്ടെ എന്ന് കരുതിയാണ് അങ്ങനെ പറയുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലാണ് എഴുതിയിരിക്കുന്നത്. 6-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം മുതലാണ്. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെ എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രേ എന്നും യഹോവ കണ്ടു. ദൈവം അത് കണ്ടു. ദൈവം നമുക്ക് കണ്ടത് മനുഷ്യന് കാണാൻ പറ്റുന്നത് മനുഷ്യന്റെ ദുഷ്ടത ചെയ്യുമ്പോഴത് വലുത്. പക്ഷെ ദൈവം ഒരു കാര്യം കൂടെ കണ്ടു, ദുഷ്ടത ചെയ്യുന്നവരുടെ ഹൃദയങ്ങളുടെ നിരൂപണങ്ങളെ കൂടെ, ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെ എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രേ എന്നും യഹോവ കണ്ടു. അപ്പൊ ദുഷ്ടത ചെയ്യുന്ന മനുഷ്യനെ, അവന്റെ പ്രവൃത്തികളെ മാത്രമല്ല ദൈവം കാണുന്നത്, അവന്റെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളെ. നമ്മൾ ദുഷ്ടത മാത്രം കാണും, ദുഷ്ടത നടന്നു കഴിഞ്ഞ് നമ്മൾ പത്രത്തിൽ അത് വായിക്കും, നമ്മൾ അങ്ങനെയാണ് വാർത്തകൾ അറിയുന്നത്. പക്ഷെ അത് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ അവന്റെ ഹൃദയത്തിന്റെ നിരൂപണം എന്താ, എത്രത്തോളം ദോഷമാണ് ഒരു മനുഷ്യനുള്ളിൽ നിരൂപിക്കുന്നതെന്ന് കൂടെ ദൈവം കണ്ടു. ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെ എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രേ എന്നും യഹോവ കണ്ടു. അപ്പം ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത ഒരു മുഴുവൻ മാനവജാതിയും എടുത്തുകൊണ്ട് ഇത് പറഞ്ഞിട്ട് പറയുകയാണ്, താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിക്കൊണ്ട് യഹോവ അനുതപിച്ചു. അവൻ അവന്റെ ഹൃദയത്തിൽ ദുഃഖമായി. ദൈവം തന്നെ സൃഷ്ടിച്ചിട്ട് നന്ന് എന്ന് പറഞ്ഞ് എല്ലാം അത് ഓരോ ദിവസത്തെ ദൈവത്തിന്റെ സൃഷ്ടിപ്പില്, പ്രവൃത്തിയില്, മനുഷ്യന്റെ സൃഷ്ടിപ്പിലും എല്ലാം നന്നെന്ന് കണ്ട് അതിൽ ആനന്ദിച്ച ദൈവം തന്നെ, അതില് ആശ്വസിച്ച ദൈവം തന്നെ, അതിൽ ഒരു സന്തോഷം കണ്ടെത്തി അതേ ദൈവത്തിന് ഇവിടെ പറയുകയാണ് അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. കാരണം ദൈവം ഉദ്ദേശിച്ച കാര്യങ്ങൾ, താൻ ഉണ്ടാക്കിയ മനുഷ്യരെ കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നടക്കാതെ വരുമ്പോൾ ആ
സന്തോഷം അങ്ങ് പോകും. പിന്നെ ഉണ്ടാക്കി പോയല്ലോ, നിർമ്മിച്ചു പോയല്ലോ, ആ അവസ്ഥയാണ്. അപ്പം ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഓർക്കണം, ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ച് തന്റെ സഭയിലാക്കി വെക്കുമ്പോൾ, കർത്താവ് ഓരോരുത്തരെയും വിളിച്ച് ദൈവ പദ്ധതി പ്രകാരം ആക്കി വെക്കുമ്പോൾ ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നടക്കാതെ വരുമ്പോൾ ഉണ്ടല്ലോ, ദൈവം ഖേദിക്കുന്ന ദൈവമാ, അനുതപിക്കുന്ന ദൈവമാ. ദൈവത്തെ കൊണ്ട് ഖേദിപ്പിക്കാനും അനുതപിക്കാനും ഒരിക്കലും നമ്മൾ ഇടവരുത്തരുത്. കാരണം എന്താ ചോദിച്ചാൽ, അങ്ങനെ ഒരു തലമുറയിൽ എന്ത് ചെയ്തു? അവര് ആ പ്രകാരം ജീവിച്ചവരുടെ ഹൃദയത്തിന്റെ നിരൂപണം പോലും അതൊന്നും ഒരു കയ്യബദ്ധത്തിൽ സംഭവിക്കുന്നതല്ല. കാരണം പർപ്പസ്ലി പ്രീ പ്ലാൻഡ് ആയിട്ട്, വളരെ ഇന്റൻഷനലി ആയിട്ട് മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്? ദുഷ്ടത ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അവിടെ എടുത്തു പറഞ്ഞത്, അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെ എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ. നമുക്ക് മനുഷ്യരുടെ മുമ്പിൽ വേണേൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ന്യായീകരണം പറയാം, പക്ഷെ ദൈവസ്ഥയിൽ നമുക്ക് ന്യായീകരണമില്ല. കാരണം ദൈവം കൈകളുടെ പ്രവൃത്തി മാത്രമല്ല കാണുന്നത്, ഹൃദയങ്ങളുടെ നിരൂപണങ്ങളും കാണും. അപ്പൊ ഇത് രണ്ടും കൂടെ വെച്ചിട്ടാണ് ദൈവം അതുകൂടെ കണ്ടപ്പോഴാണ് അവന്റെ ഹൃദയം ദുഃഖിച്ചത്. കാരണം ഹൃദയം കാപട്യമുള്ളതായി തീർന്നാൽ, ഹൃദയം ദോഷമുള്ളതായി തീർന്നാൽ, ഹൃദയത്തിലെ നിരൂപണങ്ങൾ അത് ദുഷ്ടതയുള്ളതായി തീർന്നാൽ, ഉണ്ടാക്കിയ ദൈവം, സർവശക്തനായ ദൈവം എന്ത് ചെയ്യാണ്? അനുദപിച്ച് ഹൃദയത്തിന് ദുഃഖമായി ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കൊണ്ട് ഞാൻ അനുദപിക്കുന്നു എന്ന് യഹോവ അരുളിച്ചു. അപ്പൊ അത്രയും വഷളത്വം നിറഞ്ഞ ഒരു കാലഘട്ടത്തെ കുറിച്ച് വേദോസം പരാമർശിക്കുകയാണ്. അത് അവയെ ക്രിയേറ്റർ തന്നെ, ആ ക്രിയേറ്റർ ഗോഡ്, ആ സർവശക്തനായ സൃഷ്ടാവായ ദൈവം തന്നെ തന്റെ കൈവേലയായ, തന്റെ പ്രവൃത്തിയായ, തന്റെ ഹൃദയത്തിൽ നിരൂപിച്ച് താൻ സൃഷ്ടിച്ച മനുഷ്യന്റെ ദുഷ്ടതയും അവന്റെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളുടെ ദുഷ്ടതയും കൂടെ കണ്ടപ്പം താൻ ഉണ്ടാക്കൊണ്ട് ഞാൻ അനുദപിക്കുന്നു എന്ന് യഹോവ അരുളിച്ചു. പക്ഷേ ഏത് ഭാഗങ്ങൾ വചനത്തിൽ നമ്മൾ എടുത്താലും ദൈവത്തിന്റെ പ്രകാശത്തിന്റെ കിരണവും പ്രതീക്ഷയുടെ കിരണവും ഉദിപ്പിക്കുവാൻ, ദൈവ പദ്ധതിയെ ഭൂമിയിൽ സാധ്യമാക്കുവാൻ എപ്പോഴും എണ്ണത്തിൽ കുറവാണെങ്കിലും ഒരു ശേഷിപ്പുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷ വാർത്ത എന്നുള്ളത്. ദൈവത്തിന്റെ സന്തോഷത്തിന്റെ കാരണം അതാണ്. ഇത്രയും ദുഃഖിച്ച് അനുദപിച്ച് ഖേദിച്ച ദൈവത്തിന്റെ ആ ഭാവത്തെ, അവന്റെ ആ മനസ്സിന്റെ നിലയെ ഇവിടെ വെളിപ്പെടുത്തിയിട്ട് 8-ാം വാക്യം എത്തുമ്പോൾ പറയുക, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അതായത് ഭൂരിഭാഗം ജനവും ദൈവസന്നിധിയിലും, എന്നാൽ ചില കുടുംബങ്ങൾ തെറ്റിപ്പോയെന്നല്ല, തിരിച്ചാണ് മുഴുവൻ മാനവജാതിയെ എടുത്തിട്ട് അവരുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളും കൈകളുടെ പ്രവൃത്തിയും അതിന്റെ ദുഷ്ടത വലുതെന്ന് കണ്ട് യഹോവയെ അനുദപിക്കുകയും ഖേദിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തെ തണുപ്പിക്കുന്ന ഒരൊറ്റ കുടുംബത്തിന്റെ പേര് പരാമർശിച്ച് പറയുകയാണ്, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. എന്ന് വെച്ചാൽ നോഹ ഫൗണ്ട് ഫേവർ ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. നോഹയ്ക്ക് ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചു, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ഭാഗവാക്കാകുവാൻ, ദൈവം ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്തെടുക്കാൻ, ദൈവ ഹൃദയത്തിലെ ചില കാര്യങ്ങൾ സ്വീകരിക്കത്തക്ക ഹൃദയ നിർമ്മലതയുള്ള ഒരാളെ ദൈവം കണ്ടു. ബാക്കി ആരോടൊന്നും പങ്കുവെച്ചിട്ട് കാര്യമില്ല. കാരണം എന്തുവാ? മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവത്തിനല്ല സ്ഥാനമുള്ളത്. അവരുടെ നിരൂപണങ്ങൾക്കും അവരുടെ ഇഷ്ടങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾക്കുമാണ് സ്ഥാനം എന്ന് ദൈവം കണ്ടപ്പോൾ, അതിന്റെ അനന്തരഫലമായി ഇവർ ദുഷ്ടന്മാരായി തീർന്നപ്പോൾ ദൈവം ഒരു മനുഷ്യന്റെ ഹൃദയം കണ്ടു. ആ ഹൃദയം എന്താ പ്രത്യേകിച്ച? അവിടെ മുൻ സ്ഥാനം ദൈവത്തിനാണെന്നും, ആ ദൈവം പറഞ്ഞാൽ കേൾക്കുന്ന, അനുസരിക്കുന്ന, ദൈവം ഒരു കാര്യപരിപാടി കൈമാറിയാൽ അതുപോലെ ചെയ്തു കൊടുക്കാൻ, അതുപോലെ അനുസരിക്കാൻ മനസ്സുള്ളൊരുത്തനെ ദൈവം കണ്ടു. ആ മനുഷ്യനിലേക്കാണ് ദൈവപ്രസാദം ഇറങ്ങി വന്നത്. അപ്പൊ ചുറ്റുപാട് എത്ര വഷളത്വം നിറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് ദൈവസ്ഥനിൽ ഒഴിവൊഴിവുകൾ പറയാൻ പറ്റത്തില്ല. അപ്പോഴും ഓർത്തോണം. എന്താ ഞാൻ ഇതിന് എടുത്തു പറയാൻ കാര്യം ചോദിച്ചാൽ, അവിടെ എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. മനുഷ്യന് ദുഷ്ടത വലുതെന്ന് കണ്ടിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവന്റെ ഹൃദയത്തെ കൂടെ ദൈവം നോക്കി. എന്നാൽ അതേ ദൈവം ആരുടെ ഹൃദയത്തെ നോക്കി? നോഹയുടെ ഹൃദയത്തെ നോക്കി, നോഹയുടെ ജീവിതത്തെ നോക്കി, നോഹയുടെ ഹൃദയത്തെ നോക്കിയപ്പോൾ ദൈവത്തിനൊരു കാര്യം മനസ്സിലായി. ഈ ശിക്ഷാവിധി നടപ്പാക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ആ ശിക്ഷാവിധിയുടെ ആ കാലഘട്ടത്തിലേക്ക് ഞാൻ ലോകത്തെ നീക്കാൻ പോകുന്നതിന് മുമ്പ് രക്ഷയ്ക്കായ ഒരു മാർഗത്തെ ഞാൻ ഭൂമിയിൽ ആവിഷ്കരിക്കാൻ എനിക്ക് പ്ലാൻ ഉണ്ട്. പക്ഷെ അത് ഏറ്റെടുക്കാൻ എനിക്കാരുമില്ല എന്ന് ദൈവം ഇങ്ങനെ നോക്കി വരുമ്പോൾ ആരെ കാണുകയാണ്? ദൈവം ഒരാളെ കണ്ടു. ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്യുന്ന ഒരു മനുഷ്യൻ.
എന്റെ പ്രിയരെ, ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. അത് നമ്മുടെ ആരുടെയും പുണ്യപ്രവർത്തി കൊണ്ടോ നമ്മുടെ ആരുടെയും അസാമാന്യമ കഴിവുകൊണ്ടല്ല നമുക്ക് ആ ഫേവർ കിട്ടുന്നത്. മറിച്ച് ഹൃദയത്തിനകത്ത് വ്യർത്ഥമായ നിരൂപണങ്ങൾ സൂക്ഷിക്കാതെ, ഹൃദയത്തിനകത്ത് ദുഷ്ടതയുടെ നിരൂപണങ്ങൾ സൂക്ഷിക്കാതെ, ഹൃദയത്തിനകത്ത് ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കുന്ന, അവിടുന്ന് അരുളി ചെയ്താൽ ഞാൻ കേൾക്കാമെന്ന് പറയുന്ന, അനുസരിക്കാമെന്ന് പറയുന്ന, ചോദ്യം ചെയ്യാതെ അനുസരിക്കാമെന്ന് പറയുന്ന ഒരു മനുഷ്യ ഹൃദയമുണ്ടെങ്കിൽ അതിനെ തേടിപ്പിടിക്കുന്നതിനാ ദൈവം. ഒരു കുടുംബമുണ്ടെങ്കിൽ ഈ തലമുറയിൽ അതിനെ അന്വേഷിക്കുന്നതിനാ ദൈവം. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നോഹയും കുടുംബവും. ഒരു മുഴുവൻ ഭൂരിഭാഗം പോലും നമ്മൾ പറഞ്ഞതിനപ്പുറം 99% ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി മാറിയപ്പോൾ ഒരൊറ്റ കുടുംബം അങ്ങനെ ഉണ്ട് ഭൂമിയിൽ എന്നുള്ളത് ദൈവം വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം മനുഷ്യനോട് സംസാരിക്കുകയാണ്. ഇവണ്ണം നീ ചെയ്യണം, ഇവണ്ണം നീ ചെയ്യണം, ഇപ്രകാരം നീ ചെയ്യണം, ഞാൻ പറയുന്ന അളവിൽ ചെയ്യണം, ഞാൻ പറയുന്ന വ്യാപ്തിയിൽ ചെയ്യണം, ഞാൻ പറയുന്ന ഉയരത്തിൽ അത് ചെയ്യണം, ഞാൻ പറയുന്ന ആഴത്തിൽ അത് ചെയ്യണം, ഞാൻ പറയുന്ന വീതിയിലും നീളത്തിലും നീ അത് ചെയ്യണം, ഞാൻ പറയുന്ന പോലെ ഒക്കെ ചെയ്യണമെന്നുള്ള ആജ്ഞകൾ പുറപ്പെടുവിക്കുമ്പോൾ അതിനെ അപ്പാടെ അനുസരിക്കുന്ന, ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കുന്ന ഹൃദയമുള്ള ഒരു മനുഷ്യനായിരുന്നു നോഹ. എന്റെ പ്രിയരെ, നാം വഷളത്വം കണ്ട് സങ്കടപ്പെടുന്നു പ്രാർത്ഥിക്കുന്നു ഒക്കെ നല്ലതാ. നാം സമൂഹത്തിന്റെ അധപ്പതനം കണ്ട് അതേ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നതല്ല. പക്ഷേ അതുകൊണ്ട് മാത്രം രക്ഷാപദ്ധതിയെ വെളിവാക്കാൻ കഴിയത്തില്ല. നമ്മുടെ സഹതാപം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കേവലം കണ്ണുനീരുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അയ്യോഭാവം പറയുന്നതുകൊണ്ടോ ഒന്നും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. മറിച്ച് തലമുറയിൽ നാം നമ്മെ തന്നെ ഒന്ന് ശോധന കഴിക്കണം. എന്താണെന്നറിയാമോ? അയ്യോ അവരും അനുസരിച്ചില്ലല്ലോ, അയ്യോ ഇവരനുസരിച്ചില്ലല്ലോ, അവരും അനുസരിക്കുന്നില്ലല്ലോ, അവരും ദുഷ്ടത പ്രവർത്തിച്ചല്ലോ, അവരുടെ ഇതൊന്നും പറയാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന. മറിച്ച് ദൈവം എന്തു പറയുന്നു അത് ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കുന്ന ഒരു തലമുറ. ഒരു കുടുംബം, ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എത്ര വഷളന്മാരുടെ നടുവിൽ നിന്നും എത്ര ദുഷ്ടന്മാരുടെ നടുവിൽ നിന്നും ദൈവം അവനെ കണ്ടെത്തി ദൈവത്തിന്റെ പ്രസാദം അവന്റെ മേൽ ചൊരിഞ്ഞ് താൻ എന്ത് ഹൃദയത്തിൽ ഉദ്ദേശിക്കുന്നത്, അതായത് നശിപ്പിക്കാൻ പോവാൻ തീരുമാനമെടുക്കുമ്പോൾ തന്നെ ദൈവം അതിന് സമാന്തരമായി രക്ഷിക്കാനുള്ള മാർഗം ഒരുക്കുക. നശിപ്പിക്കുവാൻ ദൈവം ഒരുങ്ങുമ്പോൾ, ദൈവം രക്ഷിപ്പാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിലെ ചിന്ത ഇതാണ്: ഞാനത് ആരെ പരമേൽപ്പിക്കും? ആര് എന്റെ പദ്ധതികളെ ഏറ്റെടുക്കും? ആര് ഞാൻ പറയുന്നതിനെ ബുദ്ധി കൊണ്ടളക്കാതെ യുക്തി കൊണ്ടളക്കാതെ മറിച്ച് യഥാർത്ഥമായും അനുസരണം കൊണ്ട് അത് ചെയ്തെടുക്കും? അങ്ങനെ ഒരു കുടുംബമാണെങ്കിൽ ഇന്ന് രാത്രി നാം ദൈവങ്ങളെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കാര്യം ഉറപ്പിക്കണം. ഇനി അങ്ങോട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒട്ടും നല്ലത് കേൾക്കുമെന്ന് വിചാരിക്കണ്ട. ഇനി അങ്ങോട്ട് പോകുമ്പോൾ പത്രം തുറക്കുമ്പോൾ നല്ല വർത്തമാനം കേൾക്കുമെന്ന് ആരും വിചാരിച്ച് പത്രം തുറക്കണ്ട, ന്യൂസ് കാണുകയും വേണ്ട. എന്നാൽ അവിടെ കൊണ്ട് ജീവിതം അത് അവസാനിച്ചു എന്ന് കരുതണ്ട. അതുകൊണ്ട് പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന് കരുതണ്ട. അങ്ങനെ അസ്തമിക്കുന്ന അല്ല ദൈവത്തിന്റെ പദ്ധതി. മറിച്ച് അതിനകത്ത് നമുക്ക് ആരെപ്പോഴും നിലകൊള്ളണമെന്നറിയാവോ? ദൈവത്തിന്റെ കൃപ ലഭിച്ച കൂട്ടമായി, ഒരു ശേഷിപ്പായി, അതെ കൈകളുടെ പ്രവൃത്തി കൊണ്ട് മലിനപ്പെടാതെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കൊണ്ടും മലിനപ്പെടാത്തൊരു തലമുറയായി നാം നിൽക്കുന്നുവെങ്കിൽ നമ്മളിലൂടെ തന്റെ രക്ഷാപദ്ധതികളെ നടത്തി തന്റെ വരവിന് മുമ്പായി ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തെടുപ്പാൻ ദൈവം മതിയായിരുന്നു. അത് ഞങ്ങളിങ്ങനെ ചിന്തിച്ചു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ച ചോദ്യമുണ്ട്: ഗുരു, നിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ, അടയാളങ്ങൾ എന്താണ്? ഈ യുഗാന്ത്യത്തിന്റെ അവസാനം എന്താന്നൊക്കെ ചോദിച്ചപ്പോൾ കർത്താവ് അവർ നിർബന്ധിച്ചപ്പോഴാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളോടൊരു ക്ലൂ പറയാം, ഒരു അടയാളം പറയാം. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാവും. ഞങ്ങൾ ആ ഭാഗം ഒന്ന് ചിന്തിച്ചാണ് ഞങ്ങൾ നിർത്തിയത്. കാരണം അത് ദൈവമക്കള് അറിഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. മത്തായി രാവിലെ കേട്ടവർക്ക് അത് വിരസതയാകാതെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒന്ന് പറഞ്ഞോട്ടെ. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം കൊടുത്തിങ്ങനെ വരികയാണ് യേശു. ചോദിച്ചിങ്ങനെ വരുമ്പോൾ 24:3 അവൻ ഒരു മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിൻ ലോകാവസാനത്തിന് അടയാളം എന്തെന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അങ്ങനെ വളരെ ആത്മാർത്ഥമായി അവർ അപേക്ഷിച്ചപ്പോൾ യേശു അവരോട് ഇങ്ങനെ സംസാരിച്ചു വരുമ്പോൾ മത്തായി 24:37 എത്തുമ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ദൈവമക്കൾ ഒരു കാര്യം ചിന്തിച്ചോണം. എന്തുകൊണ്ട് ഈ നോഹയുടെ കാലത്തിന് ഇത്ര പ്രത്യേകതയുണ്ട്?
പുതിയ നിയമ തലമുറ ഇത്രയും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? പുതിയ നിയമ വിശ്വാസികൾക്ക് നോഹയുടെ കാലഘട്ടമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? പുതിയ വിശ്വാസികൾ നോഹയെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ആ ജലപ്രളയത്തെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ? അന്നത്തെ ദൈവിക ഇടപെടലിനെ കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ടുണ്ടെന്ന് യേശുവിന്റെ ഉപദേശം നമ്മളെ പഠിപ്പിക്കുന്നു. അവന്റെ അരുളപ്പാടുകൾ നമ്മളെ പഠിപ്പിക്കുന്നു. 24:36 ഇങ്ങനെ പറയുന്നു. അതെ, 37 ഇങ്ങനെ പറയുന്നു, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും. അത് ഒരടയാളമാണ്. അവര് ചോദിച്ചു, എന്താ ഒന്ന് പറഞ്ഞാട്ട് കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ അനേക കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് അവർക്ക് മനസ്സിലാകുന്ന ഒരു അടയാളം കൊടുക്കുകയാണ്. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. എന്നിട്ട് പറയുന്ന വാക്കാണ്, ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാണ്. ഇത് ഞങ്ങൾ ചിന്തിച്ചപ്പോൾ ഇങ്ങനെയാണ് ചിന്തിച്ചത്. ഇവിടെ ഒരു അല്പം വ്യത്യസ്തതയുണ്ട്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുന്നതും ഇവിടെ യേശു പറയുന്നതും തമ്മിൽ അല്പം പുതിയ നിയമ വിശ്വാസികൾക്ക് ഒരു ഇച്ചിലൂടെ കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരു സന്ദേശം കൊടുത്തു. കാരണം ഇവിടെ പറയുന്നത് ദുഷ്ടതയെ കുറിച്ചല്ല. ഇവിടെ പറയുന്നത് മനുഷ്യന്റെ ദുഷ്ടത വലുതായി, അത് കാരണം അവർ ജലപ്രളയം അറിഞ്ഞില്ല നല്ല പറയുന്നേ. ഇവിടെ പറഞ്ഞപ്പോൾ ഒരു പ്രത്യേകമായ ജീവിത ശൈലിയെ അവിടെ സൂചിപ്പിച്ചു. മറ്റേടത്ത് പ്രവൃത്തിയെ സൂചിപ്പിച്ചപ്പോൾ, മറ്റേത് ദുഷ്ടതയെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഹൃദയ നിരൂപണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഇവിടെ യേശു നോഹയുടെ കാലം പോലെ തന്നെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന് പറഞ്ഞതിന് വല്ല മാറ്റമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ എന്റെ വരവിന്റെ ലക്ഷ്യം നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും എന്ന് പറഞ്ഞിട്ട് വാസ്തവത്തിൽ യേശു പറയുവാണെങ്കിൽ ഇങ്ങനെ പറയണം, അതുപോലുള്ള ദുഷ്ടത പെരുകി, അതുപോലുള്ള അതിക്രമങ്ങൾ പെരുകി. പറയേണ്ട കാര്യങ്ങൾ നോഹയുടെ കാലം എന്ന് പറയുമ്പോഴേ അപ്പോസ്തലന്മാരുടെ ഹൃദയത്തിൽ എന്ത് വന്നിരിക്കും? ആ ദുഷ്ടതയാണ് വരുന്നത്. ആ നിരൂപണങ്ങളുടെ ദുഷ്ടത, പ്രവർത്തികളുടെ ദുഷ്ടത, ദൈവത്തിന് അന്യപ്പെട്ടു പോയൊരു തലമുറ, ദൈവത്തെ കോപിപ്പിച്ചൊരു തലമുറ, ദൈവത്തെ ഖേദിപ്പിച്ചൊരു തലമുറ, ദൈവത്തെ കൊണ്ട് തന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അനുദപിപ്പിച്ചൊരു തലമുറ. ആ തലമുറ, നോഹയുടെ തലമുറ പ്രത്യേകത വർണ്ണിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമുക്ക് വർണ്ണിക്കാം അല്ലെ? ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ ദൈവത്തെ കൊണ്ട് തന്നെ, സൃഷ്ടാവിനെ കൊണ്ട് തന്നെ തന്റെ സൃഷ്ടിപ്പിനെ ഖേദിപ്പിച്ച് അനുദപിപ്പിച്ച ഒരു തലമുറ. എങ്ങനെ? തന്റെ അങ്ങയുടെ പ്രവൃത്തി കൊണ്ട് മാത്രമല്ല, തങ്ങളുടെ ഹൃദയത്തിലെ ദുഷ്ട നിരൂപണങ്ങൾ കൊണ്ടും. അപ്പൊ അതിവിടെ പരാമർശിക്കുന്നില്ല. ഇവിടെ എത്തുമ്പോൾ അത് പറയാതെ യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. ജലപ്രളയം വന്ന ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ, ജലപ്രളയത്തിന് മുമ്പുള്ളൊരു കാലം, ജലപ്രളയം വന്നിട്ട് നോഹ പെട്ടകത്തിൽ കയറിയ ഒരു കാലം, അതായത് പ്രളയം ഉണ്ടാകുന്നതിന് മുമ്പും പ്രളയം വന്ന ആ കാലം, ആ പ്രളയം ഉണ്ടായ ആ നോഹ പെട്ടകത്തിൽ കയറിയ കാലത്തെ വെച്ചിട്ട് പറയാണ്, അവർ ഇവിടെ എത്തിയപ്പോൾ ആ തലമുറയെ പറയുക, അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ഞങ്ങൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഇതിനകത്ത് എന്താ തെറ്റുള്ളേ? നോഹ തിന്നും കുടിച്ചില്ലേ? നോഹയുടെ മക്കളെ വിവാഹം കഴിപ്പിച്ചില്ലേ? പിന്നെന്താ? അപ്പൊ നമുക്ക് ഉൽപ്പത്തി വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ കൺഫ്യൂഷൻ ഒന്നുമില്ല. കാരണം നോഹ ആ കുടുംബത്തിൽ പെടുന്നതല്ല, ആ കൂട്ടത്തിൽ പെടുന്നത് അല്ല. നോഹയുടെ സ്വഭാവത്തെ കുറിച്ച് ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. കാരണം നോഹയുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ ദൈവത്തിന് പ്രസാദമായിരുന്നു, കൈകളുടെ പ്രവൃത്തി ദൈവത്തിന് പ്രസാദമായിരുന്നു. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, അല്ലെങ്കിൽ ദൈവപ്രസാദം, ദൈവത്തിന്റെ ആ ദൈവികമായ അംഗീകാരം ലഭിച്ചു, സ്വീകാര്യത ലഭിച്ചു. അപ്പം നമുക്കവിടെ ഒരു സംശയവും ഇല്ല. കാരണം അവിടെ എഴുതിയിരിക്കുന്ന പ്രവൃത്തികൾ നോഹയുമായി ഒരു താരതമ്യമില്ല, നോഹ ചെയ്യാത്ത പ്രവൃത്തികൾ. പക്ഷെ ഇവിടെ യേശു പറയുന്ന പ്രവൃത്തിയെല്ലാം നോഹയും ചെയ്തിട്ടുണ്ട്. എന്താണ്? തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് ഇതെല്ലാം നോഹയുടെ വീട്ടിൽ നടന്നിട്ടുണ്ട്. നോഹയുടെ വീട്ടിൽ തിന്നുന്നുണ്ട്, കുടിക്കുന്നുണ്ട്. നോഹയുടെ 3 ആൺമക്കൾ വിവാഹം കഴിച്ചിട്ടുണ്ട്. അവർ പെൺകുട്ടികളെ എടുത്തു, ആൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ നോഹ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ നോഹ എങ്ങനെ ഇതിൽ നിന്ന് വ്യത്യസ്തനാകുന്നേ? ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാവും. ആരോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല നോഹയും ആ തലമുറയും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ യേശു പുതിയ നിയമത്തിൽ അടയാളം പറയുമ്പോൾ കാലത്തെ കുറിച്ച്, അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിത ചര്യയെ കുറിച്ച്,
മനുഷ്യന്റെ ജീവിതം എത്രത്തോളം ദൈവത്തിൽ നിന്ന് തെന്നി മാറി എന്നുള്ള ഒരു വിശദീകരണം കൊടുക്കുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരും. നോഹ തിന്നാതെയും കുടിക്കാതെയാണോ ജീവിച്ച്? നോഹയുടെ വീട്ടിൽ 3 കല്യാണം നടന്നില്ലേ? അപ്പം വിവാഹ വിരുന്നുകളും സൽക്കാരങ്ങളും ഇല്ലായിരുന്നോ? അപ്പൊ എങ്ങനെയാണ് നോഹ പിന്നെ വ്യത്യസ്തനായത്? അതാ ഞങ്ങൾ ഇത് ചിന്തിച്ചേ. നോഹ എങ്ങനെ വ്യത്യസ്തനായെന്നറിയാമോ? ആ തലമുറയിൽ ഒരു പരാജയം സംഭവിച്ചു. ആ തലമുറയിലെ ആൾക്കാർ ഭക്ഷിക്കുന്നു പാനം ചെയ്യുന്നു അല്ലായിരുന്നു ദൈവത്തിന് പിണക്ക്, ദൈവകോപത്തിനിരയായത്. ആ തലമുറയിലെ മക്കളുടെ വിവാഹം നടന്നതല്ലായിരുന്നു. ഇത് ആർക്ക് എളുപ്പം കണക്ട് ചെയ്യാൻ പറ്റുമെന്നറിയാമോ? അത് ദുഷ്ടതലമുറയെ കുറിച്ച് പറയുമ്പോൾ ഇത് ആത്മീയ തലമുറ വളരെ സൂക്ഷിക്കണം. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇത് അകത്തുള്ളവർ മനസ്സിലാക്കേണ്ട സന്ദേശമായത്. എന്തെന്നറിയാമോ? കാരണം ഇന്നത്തെ ആത്മീയ തലമുറയെന്ന് അവകാശപ്പെടുന്നവർക്ക് എന്ത് സംഭവിച്ചെന്നറിയാമോ? അവരുടെ ഹൃദയത്തിൽ അവരുടെ കർത്താവിന് മുഖ്യ സ്ഥാനമില്ലാതെ അവർ എന്തിന് സ്ഥാനം കൊടുത്തറിയാമോ? അവർ തിന്നാനും കുടിക്കാനും വിവാഹത്തിനും. മക്കള് ജനിക്കുമ്പോൾ തൊട്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്നല്ല, മക്കളുടെ വിവാഹമാണ് അവർക്ക് വലുത്. മക്കളുടെ വിവാഹ വിരുന്നാണ് അവർക്ക് വലുത്. അവർക്ക് പ്രാധാന്യം അവരുടെ വ്യക്തിപരമായ കാര്യത്തിനും അവരുടെ വീട്ടിലെ സൽക്കാരങ്ങൾക്കും അവരുടെ കുടുംബങ്ങളുടെ സൽക്കാരങ്ങൾക്കും. എന്തിന് പറയുമ്പോൾ അവരാരാണ്? ഓ, ദൈവത്തിൽ ആശ്രയിക്കുന്ന തലമുറ. പക്ഷെ ജീവിക്കുന്ന എങ്ങനെയാണ്? ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുക്കാൻ. ഇവിടെ ഹൃദയത്തിലെ ദുഷ്ടതയെ കുറിച്ചല്ല പറയുന്നേ, ഇവിടെ പറയുന്ന പ്രവൃത്തികളെ കുറിച്ചല്ല. പക്ഷെ ഇവിടെ പറയുന്നത് മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ യഥാർത്ഥമായ ദൈവത്തിന് മുൻസ്ഥാനം കൊടുത്തുകൊണ്ടുള്ള ജീവിത ശൈലി ഇല്ലാതെ സ്വന്തമായി തനിക്ക് തന്നെ ചരിച്ചു വെക്കുന്ന, തനിക്കായി ജീവിക്കുന്ന, താൻ ഉണ്ടാക്കിയ ദൈവത്തെ കുറിച്ചോ തന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതിനെ കുറിച്ചോ ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടതിനെ കുറിച്ചോ യാതൊരു ബോധവുമില്ലാത്ത ഒരു തലമുറയുടെ ജീവിത ശൈലിയെ ശിശുമാർ മുമ്പിൽ വെളിപ്പെടുത്തി. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകങ്ങൾ അങ്ങോട്ട് പോകണ്ട, ഞാൻ അങ്ങ് പറയാം. നോഹയെ കുറിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, നോഹ ദൈവത്തോട് കൂടെ നടന്നു. തിന്നു കുടിച്ച് നടന്നെന്നല്ല, മക്കളുടെ കല്യാണം നടത്തി നടന്നെന്നല്ല, ഇതെല്ലാം നോഹയുടെ വീട്ടിൽ നടന്നു. പക്ഷെ നോഹ തിന്നുമ്പോഴും കുടിക്കുമ്പോഴും നോഹയ്ക്ക് ഒരു കാര്യം അറിയാം. ഇത് മനുഷ്യനായതുകൊണ്ട് ഭക്ഷണം വേണം, മനുഷ്യനായതുകൊണ്ട് പാനീയം വേണം, അതേ മക്കൾ ഉണ്ടെങ്കിൽ വിവാഹം കഴിപ്പിക്കണം, അതേ ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾ വേണം, പെൺകുട്ടികളെ പറഞ്ഞയക്കണം. ഇതൊക്കെ ഒരു ഭക്തന്റെ വീട്ടിൽ നടക്കും. പക്ഷെ അത് ഭക്തിയുടെ അടിസ്ഥാനമാക്കിയല്ല, ദൈവത്തെ മാറ്റി നിർത്തിയല്ല, ക്രിസ്തുവിനെ മാറ്റി നിർത്തിയല്ല. വിളിച്ച ദൈവത്തെ, വേർതിരിച്ച ദൈവത്തെ, സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കേണ്ടവന് കൊടുക്കേണ്ട സ്ഥാനമെടുത്തല്ല മക്കൾക്കും വിരുന്നിന് കൊടുക്കുന്നത്. പക്ഷെ നോഹയുടെ കാലത്തിൽ എന്ത് സംഭവിച്ചറിയാമോ? ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞറിയാമോ? പത്രവാർത്തകളിൽ ഈ വാർത്ത കാണത്തില്ല. കർത്താവിന്റെ വരെ ആരും പ്രതീക്ഷിക്കേണ്ട. ഈ കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ട് എത്ര തിന്നും കുടിച്ചും ആനന്ദിച്ചു വിവാഹം നടത്തി, എപ്പം മുട്ടുമടക്കിയാലും മക്കളുടെ കല്യാണം, എപ്പം പ്രാർത്ഥിച്ചാലും മോനെ കാര്യം, എപ്പം പ്രാർത്ഥിച്ചാലും മോടെ കാര്യം, എപ്പം പ്രേരണ കാര്യം പറഞ്ഞാലും അവിടെ വിരുന്നുണ്ട്, ഇവിടെ കല്യാണമുണ്ട്, അവിടെ പോണം. ജീവിതത്തിൽ എപ്പോഴോ നീ അറിഞ്ഞില്ലയോ, നാം അറിഞ്ഞില്ലയോ, യേശുവിന്റെ സ്ഥാനം കൈവിട്ടു പോയിട്ടും, മുഖ്യസ്ഥാനം കൈവിട്ടു പോയിട്ടും നീ അറിയുന്നില്ല. നീ നോഹയുടെ തലമുറയായി മാറിയെന്ന് അറിയുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി അറിയാനാ ദൈവം സംസാരിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? പത്രവർത്തമാനങ്ങളിൽ, പത്രവാർത്തകൾ, ഉൽപ്പത്തിയിൽ എഴുതിയ വാർത്തകളെ തുളയത്. ഇതാ അവിടെ ദുഷ്ടത, അവിടെ വ്യഭിചാരം, അവിടെ കൊലപാതകം, അവിടെ ലഹരി വേട്ട, അവിടെ ഇത്. ഒരിക്കലും പത്രത്തിൽ ഈ വാർത്ത വരുത്തില്ല. ആത്മീയ തലമുറയ്ക്ക് ക്രിസ്തുവിനോ കൊടുക്കേണ്ട സ്ഥാനം കൈവിട്ടിട്ട് അവരിപ്പം തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തു പോകുന്ന ഒരു വാർത്ത മനോരമ കാണത്തില്ല. അത് പിന്നെ എപ്പോഴാ അറിയുന്നേ? നോഹയുടെ തലമുറ എപ്പോഴാ അറിഞ്ഞത്? ജലപ്രളയം വന്ന് അവരടുത്ത് മുങ്ങി തുടങ്ങുമ്പോഴാ അറിയുന്നേ. അയ്യോ, നമ്മൾ ഈ കാലം അത്രയും ജീവിച്ചത് നമുക്കും നമ്മുടെ മക്കൾക്കും വേണ്ടിയാണല്ലോ. ദൈവത്തിന് വേണ്ടി ഒരു ദിവസം കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലായതെന്നറിയാമോ? ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുത്തിരുന്നെങ്കിൽ നോഹയുടെ മെസ്സേജ് അവർക്ക് മനസ്സിലായേനെ. നോഹയ്ക്ക് എന്തുകൊണ്ടാ ദൈവത്തിന്റെ മെസ്സേജ് മനസ്സിലായത്? കാരണം അവൻ തിന്നുകയും കുടിക്കുകയും മക്കളുടെ വിവാഹങ്ങൾ നടത്തുകയും അതേ ഭാര്യയോടൊപ്പം ജീവിക്കുകയും ചെയ്യുമ്പോഴും ദൈവത്തിന്റെ സ്ഥാനം ഭാര്യയ്ക്കും കൊടുത്തില്ല, മക്കൾക്കും മരുമക്കും കൊടുത്തില്ല, തീറ്റിക്കും കുടിക്കും കൊടുത്തില്ല. അതുകൊണ്ട് നോഹയ്ക്ക് ദൈവത്തോടൊപ്പം നടക്കാൻ കഴിഞ്ഞു. നടന്നുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? ദൈവം ഒരു പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ എന്താ ഒന്നും ബാക്കിയെല്ലാം മനസ്സിലാവും. ഇന്റർനെറ്റ് തുറക്കുമ്പോ എല്ലാം മനസ്സിലാവും, മലയാളം വായിക്കുമ്പോ എല്ലാം മനസ്സിലാവും, ആധുനിക ടെക്നോളജി എല്ലാം മനസ്സിലാവും. സുവിശേഷം മാത്രം മനസ്സിലാവത്തില്ല പലർക്കും.
എന്തുകൊണ്ടെന്നറിയാമോ മനസ്സിലാകാത്ത? കാരണം നീ ജീവിക്കുന്നത് നിനക്ക് വേണ്ടി തന്നെയാ. നിന്നെ സൃഷ്ടി ദൈവത്തെ കുറിച്ച് ഒരു അവബോധമില്ല. അങ്ങനെയുള്ള മനുഷ്യൻ ദൈവം സംസാരിക്കുമ്പോൾ കേൾക്കാൻ കഴിയും. പത്രവാർത്തയിൽ ഒരിക്കലും ഒരു വാണിംഗ് വന്നിട്ട് നമുക്കാർക്കും തിരുത്തപ്പെടാമെന്ന് ആരും കരുതണ്ട. അങ്ങനെ ഒരിക്കലും പത്രത്തിൽ വാർത്ത വരത്തില്ല. ആത്മീയ തലമുറയുടെ അധപ്പതനം വരത്തില്ല. ദുഷ്ടതയുള്ള തലമുറയുടെ ദുഷ്ടപ്രവൃത്തിയുടെ വാർത്ത പത്രങ്ങളിലും മാധ്യമങ്ങളും നിറയുമ്പോൾ ആത്മീയ തലമുറയ്ക്ക് ഒരു ദൂതുണ്ട്. ജീവിതശൈലി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരണം. ഏത് ജീവിതശൈലിയാ? ഇതേ പ്രവൃത്തികൾ നോഹയുടെ വീട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ നോഹയ്ക്ക് ഒരു കാര്യം അറിയാം. തിന്നുകയും കുടിക്കുകയും മക്കളെ തരികയും അവർക്ക് കുടുംബം തരികയും ചെയ്യുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് തീരുമാനിച്ച് ദൈവത്തോടൊപ്പം നടന്ന നോഹയോട് ദൈവം പറഞ്ഞു, ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ പറ്റും. ഞാൻ സ്വർഗത്തിലാണെങ്കിലും നീ ഭൂമിയിലാണെങ്കിലും നമ്മൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. കാരണം നിന്റെ ഹൃദയത്തിനകത്ത് ഭാര്യയല്ല വാഴുന്നേ. നിന്റെ ഹൃദയത്തിനകത്ത് 3 ആൺമക്കളല്ല വാഴുന്നേ. നിന്റെ ഹൃദയത്തിൽ നിന്റെ മുന്തിരിത്തോട്ടവും വീഞ്ഞും അല്ല വാഴുന്നേ. നിന്റെ ഹൃദയത്തിൽ നിന്റെ കൃഷിത്തോട്ടങ്ങളല്ല. നിന്റെ ഹൃദയത്തിനകത്ത് ഞാൻ വാഴുന്നതുകൊണ്ട് ഞാൻ സംസാരിക്കാൻ എനിക്ക് കഴിയും, കേൾക്കാനും മനസ്സിലാക്കാനും നിനക്ക് കഴിയും. യേശു പറഞ്ഞ തലമുറയുടെ പ്രത്യേകത, അവർ തിന്നും കുടിച്ചും വിവാഹത്തിന് കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. എന്തേ വ്യത്യാസമൊന്നും മനസ്സിലായല്ലോ? ഈ വർത്തമാനം ഒരിക്കലും ദോഷവർത്താനമായി വരത്തില്ല. അപ്പോഴും നമ്മൾ ഓർക്കും നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണെന്ന് നമ്മൾ ഓർക്കും. പക്ഷെ എവിടെ പോയി? ഇപ്പോൾ അതെ, മീറ്റിങ്ങിനേക്കാൾ പ്രാധാന്യം വിവാഹത്തിനാണ്, കൂട്ടായ്മയേക്കാൾ പ്രാധാന്യം മറ്റു പലതിനുമാണ്. എല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ അപ്പോൾ ഓർത്തോണം നമ്മൾ ഏത് ജീവിതശൈലിയിലേക്ക് നീങ്ങുക. നോഹയുടെ തലമുറയുടെ ഒരു ഭാഗമായി തീരുക. നോഹയുടെ കുടുംബത്തിന്റെ ഭാഗമല്ല, നോഹയുടെ കുടുംബം ഒഴികെ ബാക്കി അന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്ന തലമുറയെ അനുകരിക്കുകയാണ്. എപ്പോഴൊക്കെ? തിന്നിനും കുടിക്കും വിവാഹത്തിനും വിവാഹ സൽക്കാരത്തിനും മക്കൾക്കും കുടുംബത്തിനും വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ, ദൈവപദ്ധതിയുള്ളവൻ ജീവിക്കുമ്പോൾ അവൻ ഓർത്തോണം അവൻ നോഹയെ പോലല്ല, നോഹയുടെ എതിർവശത്ത് നിൽക്കുന്ന ദുഷ്ടതലമുറയുടെ ഭാഗത്തേക്ക് നീങ്ങുക. അതിന് വ്യഭിചാരം ചെയ്യണമെന്നില്ല, കൊലപാതകം ചെയ്യണമെന്നില്ല, ലഹരിക്ക് പോകണമെന്നില്ല, മദ്യപിക്കണമെന്നില്ല. പിന്നെയോ ക്രിസ്തുവിന്റെ സ്ഥാനമെടുത്ത് ആ സ്ഥാനത്തെ നീക്കി മക്കളെയോ മരുമക്കളെയോ വീടിനെയോ മുന്തിരിത്തോട്ടത്തെയോ കൃഷിയിടങ്ങളെയോ സ്വന്തം ബിസിനസിനെയോ ജോലിയോ ഉപജീവന ചിന്തകളെയോ പ്രതിഷ്ഠിച്ചാൽ ഓർത്തോണം നാം ഏത് തലമുറയുടെ ഒപ്പം? നോഹയുടെ കാലത്തുണ്ടായ തലമുറ. യേശു ഇവിടെ എത്തിയപ്പോൾ ദുഷ്ടതയെ കുറിച്ച് പറഞ്ഞില്ല, ഇവിടെ എത്തിയപ്പോൾ കൊലപാതകത്തെ കുറിച്ച് പറഞ്ഞില്ല. അപ്പൊ ഏറ്റവും വലിയ രക്ഷ എന്നറിയോ? ഇങ്ങനെ ജീവിതശൈലി മൊത്തം മാറിപ്പോയാലാണ് പത്രം എടുത്തിട്ട് പറയുന്നത്, ഓ എന്തോ കൊലപാതകം, അയ്യോ എന്തോ ഇത്, അവരെന്തോ അനുസരണക്കേടോ. ദൈവത്തോട് മൊത്തം അനുസരണക്കേട് കാണിച്ചു പിടിയിരിക്കുക. കാരണം ഇത് പത്രത്തിൽ വരത്തില്ല വായിക്കാൻ. ആത്മീയ തലമുറകൾ, ദൈവത്തിനു വേണ്ടി നിൽക്കേണ്ട തലമുറകൾ, ദൈവപ്രസാദം ലഭിച്ചവർ, ദൈവത്തിനു വേണ്ടി ജീവിതം വിട്ടുകൊടുക്കേണ്ടവർ വഴിതെറ്റിപ്പോയിട്ട് അവർ പത്രം എടുത്തിട്ട് പത്രവാർത്ത മാധ്യമങ്ങളെ വായിച്ചുകൊണ്ട് അവർ വഴിതെറ്റിയെന്ന് പറയുമ്പോൾ കർത്താവ് ചിന്തിക്കുകയാണ്, ഇന്നലെ ഞാൻ ഇവരോട് പറഞ്ഞിട്ട് ഇവൻ അനുസരിച്ചില്ല, ഇന്നലെ ഞാൻ മന്ദമായി സംസാരിച്ച് കേൾക്കുന്നില്ല. കാരണം ഇപ്പൊ അകത്തു മൊത്തം മോന്റെ കല്യാണമാ, അകത്തു മൊത്തം മോടെ കല്യാണമാ, മോളുടെ പരീക്ഷയാ, അയ്യോ പഠിത്തമാ, ഭർത്താവിനെ കുറിച്ചുള്ള ഭയങ്കര സ്നേഹവും പ്രേമവും അങ്ങോട്ട് നിറഞ്ഞിട്ട് ഇപ്പൊ ക്രിസ്തു പറയുന്ന കേൾക്കുന്നില്ല. ഭാര്യയെ കുറിച്ചുള്ള അഗാധമായ സ്നേഹത്തിൽ പിടിപെട്ടുപോയിട്ട് ഇപ്പൊ ക്രിസ്തു പറഞ്ഞിട്ട് പത്രം എടുക്കുമ്പോൾ നമ്മൾ പറയും, ഇതെന്തോ അനുസരണക്കേടാ, ഇതെന്തൊരു വഷളം. കർത്താവ് നോക്കിട്ട് പറയും, അതിനേക്കാൾ വഷളത്വം നീ കാണിക്കുന്നത്. 2 വശമാണ് നോഹയുടെ തലമുറയ്ക്ക്. ഇന്ന് പകൽ ദൈവനോട് സംസാരിച്ചതാ. ഇവിടെ പറയണമെന്ന് ഓർത്തല്ല, പക്ഷെ പറയണമെന്ന് പരിശുദ്ധാത്മാവ് എന്നെ വല്ലാതെ ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നു, അല്ലെങ്കിൽ പറയാതിരിക്കാൻ പറ്റുന്നില്ല. 2 വശമുണ്ട്. ഇന്ന് രാത്രി ദൈവമക്കൾ കേട്ടണം. ആ ഉൽപ്പത്തി പറഞ്ഞ വശം വായിക്കാൻ നമുക്ക് നല്ല ഇഷ്ടമാണ്. ഉൽപ്പത്തി പറഞ്ഞ വശം വായിച്ചാൽ നമ്മളെല്ലാം പറയും ഇതുപോലെ, ഓ ഞങ്ങളുടെ തലമുറ ഇതുപോലെ ആകല്ലേ, ഞങ്ങളും ഇതുപോലെ ആകല്ലേ. പക്ഷെ യേശു പറഞ്ഞ തലമുറയോ? നോഹയുടെ കാലഘട്ടത്തിൽ 2 സൈഡുണ്ട്. ഒന്ന് പരസ്യമായി, ഒന്ന് അതെ ജീവിതത്തെ വഷളത്വത്തിൽ, ഹൃദയ നിരൂപണങ്ങളിലും പ്രവൃത്തികളിലും വഷളത്വം നിറഞ്ഞ്, അതെ എന്തു വന്നാലും ഏതു വന്നാലും സ്ഥാനമില്ല, സൃഷ്ടാവിനെ മറന്നുകൊണ്ടും ഖേദിപ്പിച്ചുകൊണ്ടും അങ്ങനെ പരസ്യമായി പാപം ചെയ്തുകൊണ്ടും ഹൃദയ നിരൂപണങ്ങൾ ദോഷം നിരൂപിച്ചുകൊണ്ടും ആരെയും ഭയമില്ലാതെ, സൃഷ്ടാവിനെ ഒന്നിനെ മുതിർന്നവരെയും ഭയമില്ലാതെ ജീവിക്കുന്നത് അത് ഇന്നും ഉണ്ട്. പക്ഷെ യേശു നോഹയുടെ തലമുറയിലെ ഹിഡനായ ഒരു കാര്യം ഇവിടെ അങ്ങ് പറഞ്ഞു. ഉൽപ്പത്തിയിൽ വെളിപ്പെടുത്താത്ത ഒരു കാര്യം. അവർ തിന്നും കുടിച്ചു, അവർ തല്ലിയും കൊന്നു എന്ന് എഴുതിയില്ല. അവിടെ ഉണ്ടോ? നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെയല്ലല്ലോ. അവർ തല്ലിയും കൊന്നു, അവർ വിവാഹത്തിൽ മദ്യപിച്ചു വഴക്കുണ്ടാക്കി എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അവർ തിന്നും കുടിച്ചു, വിവാഹത്തിന് കഴിച്ചു, അതായത് വിവാഹം കഴിച്ചും വിവാഹത്തിൽ പെൺകുട്ടികളെ കൊടുത്തും പോന്നു.
ഇങ്ങനെ പോയാൽ എന്താ പ്രശ്നം? നോഹ ഇങ്ങനെ പോയിട്ട് നോഹ എന്താ അതെ ഇതൊക്കെ കേട്ടത്? ഇങ്ങനെ പോയോണ്ട് എന്ത് പറ്റി? അതുകൊണ്ട് എന്നാ സംഭവിച്ചേ? നമ്മളിപ്പോ വായിച്ച വേദഭാഗത്തില് ഇങ്ങനെ പറയുന്നു, 24:38, ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചു വിവാഹത്തിന് കൊടുത്തു പോന്നു. പക്ഷേ 39 അതിന്റെ റിസൾട്ട് ആണ്, അതിന്റെ കോൺസിക്വൻസ് ആണ്. എന്താണെന്നറിയോ? ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയോളം അവർ അറിഞ്ഞതും. അറിയത്തില്ല. മറ്റേതൊക്കെ പത്രത്തിൽ വായിച്ചറിയാം, ഇതറിയത്തില്ല. ഇതറിയണ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ മടങ്ങി വരാൻ തയ്യാറാകണം, തിരുത്തപ്പെടാൻ തയ്യാറാകണം. ഇത് മാധ്യമങ്ങളിൽ വരുത്തില്ല ഈ വാർത്ത. ഈ വയലൻസ്, ഇത് ആ വയലൻസ് അല്ല. ഇത് ലക്ഷ്യം തെറ്റിപ്പോയ, ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുക്കേണ്ട, ദൈവിക കാര്യങ്ങൾക്ക് മുഖ്യസ്ഥാനം കൊടുക്കേണ്ട ഒരു തലമുറ അവരുടെ ഹൃദയത്തിൽ ഭക്ഷണവും പാനീയവും കുടിയും അതെ കൂട്ടവും അതെ അവർ തന്നെ ഉണ്ടാക്കുന്ന ദൈവിക കൂട്ടായ്മയല്ല അവർക്കുള്ളേ. അവർക്ക് പരസ്പരം ഭയങ്കര കൂട്ടായ്മയാണ്. പരസ്പരം ഭയങ്കര കൂട്ടായ്മ. അവരുടെ വീട്ടിലാണെങ്കിൽ അവര് പ്രാർത്ഥിച്ചിട്ട് നല്ല കല്യാണങ്ങളും നല്ല ചെറുക്കന്മാരെയും കിട്ടുന്നുണ്ട്, നല്ല പെമ്പിള്ളാരെയും കിട്ടുന്നുണ്ട്. അവര് ഭയങ്കര ഹാപ്പിയാ. അവര് പറയും, ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു, കർത്താവ് ഞങ്ങൾക്ക് നല്ല പെൺകുട്ടിയെ തന്നു, നല്ല ആൺകുട്ടിയെ തന്നു, ഇന്നലെ ഞങ്ങളുടെ വീട്ടിലെ വീട് സൂപ്പറായിരുന്നു. നമ്മുടെ ലവ് ഫീസ്റ്റിനെ കുറിച്ചല്ല പറയുന്നത്, അതെന്താ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കർത്താവിന്റെ നാമത്തിൽ കൂടി ഒരാണ് ലവ് ഫീസ്റ്റാ നമ്മൾ നടത്തുന്നത്. ഇവിടെ കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഫീസ്റ്റ്. എന്താണ് അതിന്റെ പ്രശ്നം? അതിന്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഒരിക്കലും പ്രളയം വരുന്നു വരുന്നു എന്ന് പറയുമ്പോൾ കേറത്തില്ല ഹൃദയത്തിലോട്ട്. ഇത് തന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. കർത്താവ് മടങ്ങി വരുന്നു മടങ്ങി വരുന്നു മടങ്ങി വരുന്നു എന്ന് പറയുമ്പോൾ ഹൃദയത്തിലോട്ട് കേറത്തില്ല. കാരണം അത് കേറാനൊക്കെ അപ്പുറമായിട്ട് എന്ത് കയറിക്കഴിഞ്ഞു? തന്റെ സ്വന്തം ജീവിതം കയറിക്കഴിഞ്ഞു. എന്നിട്ടാണ് യേശു അടുത്ത വാക്ക് പറയുന്നത്, മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാവും. അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, ഒരുവനെ ഉപേക്ഷിക്കും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുന്നു നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഇവര് ദിവസമൊക്കെ അറിയാന്ന് വിചാരിച്ചായിരിക്കും ചോദിച്ചത്. പക്ഷെ കർത്താവ് വീണ്ടും കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാ? അറിയാത്തത് കൊണ്ട് ഒരു ക്ലൂ കിട്ടാൻ ഏറ്റവും നിയറായിട്ടുള്ള, ഏറ്റവും അടുത്തറിയാൻ പറ്റുന്ന ഒരു ക്ലൂവിനാണ് ഇവർ ചോദിച്ചെങ്കിലും കൺക്ലൂഷൻ വന്നപ്പോ എങ്ങനെയാ പറയുന്നത്? ഒരു ഐഡിയയും ഇല്ല. അതുകൊണ്ട് ഒരുങ്ങിയിരുന്നാ മതി. എന്റെ പ്രിയരെ, ഇന്ന് രാത്രി ഈ ദൈവന്റെ ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പം നമ്മൾ ആ വളരെ എവിഡന്റ് ആയിരിക്കുന്ന ദുഷ്ടത ചെയ്യുന്ന, അവരുടെ ഹൃദയത്തിൽ നിരൂപണങ്ങളും ദുഷ്ടതയും ദൈവം അറിയുന്ന ഒരു തലമുറയെ മാത്രമാണോ നമ്മൾ ശ്രദ്ധിക്കുന്നത്? അതോ ദൈവത്തോടൊപ്പം നടക്കണമെന്ന് ദൈവം ആഗ്രഹിച്ച് നോഹയെ പോലെ കണ്ട എത്ര കുടുംബങ്ങൾ ഇപ്പൊ ആരെ പോലായി? നോഹയുടെ കാലഘട്ടത്തിലെ ദുഷ്ടതലമുറയെ പോലായി. അവർ ആ ദുഷ്ടത ചെയ്തുകൊണ്ടല്ല അവരങ്ങനെ ആയത്. പിന്നെയോ അവരുടെ ജീവിത ശൈലി അവർക്ക് വേണ്ടിയായി. അവരുടെ മുന്തിരിത്തോട്ടങ്ങൾ അവർക്ക് വേണ്ടി, അവരുടെ കൃഷിയിടങ്ങൾ അവർക്ക് വേണ്ടി, അവരുടെ കായിക ബലം അവർക്ക് വേണ്ടി, അവർ പ്രാർത്ഥിക്കുന്നെങ്കിൽ അവരുടെ മക്കൾക്ക് വേണ്ടി, അവർ പ്രവർത്തിക്കുന്നെങ്കിൽ അവരുടെ കുടുംബത്തിന് വേണ്ടി മാത്രം. അങ്ങനെ സ്വാർത്ഥരായ, തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു തലമുറ ജലപ്രളയം വന്നത് അറിഞ്ഞില്ല. യേശു പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? അങ്ങനെ തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു തലമുറ യേശു വരുന്നത് അറിയത്തേ ഇല്ലെന്ന്. ഇതാണ് മെസ്സേജ്. അല്ലാതെ നോഹയുടെ കാലത്തിൽ ഉൽപ്പത്തിയിൽ എഴുതിക്കുന്ന തലമുറയെ മാത്രം ഓർത്ത് നമ്മളങ്ങ് സന്തോഷിക്കാൻ വിചാരിക്കണ്ട. കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ജീവിതം കൊടുത്തിട്ട്, കർത്താവിനെ സേവിക്കാവുന്ന തീരുമാനമെടുത്തിട്ട്, ഞാൻ എന്റെ ജീവിതത്തിൽ ബലഹീനതയാണെങ്കിലും ബലമാണെങ്കിലും രോഗമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും കർത്താവിന് വേണ്ടി നിന്നുകൊള്ളാമെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു പോലും കർത്താവിനെ അവന്റെ കാര്യങ്ങളെയോ കൂട്ടായ്മകളെയോ അവന്റെ പദ്ധതികൾക്കോ ഒരല്പം പോലും ജീവിതം കൊടുക്കാതെ അതെ തങ്ങൾക്കായി ജീവിക്കുന്നവരെ കുറിച്ച് പറയുകയാണ്. അവര് ജലപ്രളയം വന്നത് അവരറിഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ കർത്താവിന്റെ വരവ് അവരറിയത്തുപോലുമില്ല. ഇവിടെ എഴുതിയിരിക്കുന്നത് ഉൽപ്പത്തിയിൽ ഞങ്ങളെ വളരെ ചിന്തിപ്പിച്ചു. രണ്ടും വ്യത്യസ്തമാണെന്ന് തോന്നി. യെസ്, 2 വശമാണ്. മനുഷ്യ ജീവിതത്തിന്റെ ദൈവത്തിൽ അകന്നു വന്ന് ലോകം അറിയുന്ന പോലെ ദുഷ്ടത ചെയ്യുന്ന ഒരു തലമുറ,
എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് സ്വയം കബളിക്കപ്പെട്ടിട്ട് ദൈവമായ ഒരു ബന്ധമില്ലാത്ത തലമുറ. മറ്റേ തലമുറ കുറച്ചുകൂടെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ പാപം പരസ്യമാണ്, അവരെ തിരുത്താൻ ആളുണ്ട്. പക്ഷെ നിഗൂഢമായി ദൈവത്തിന്റെ വകയാണെന്ന് ചിന്തിക്കേ, ദൈവം ഞങ്ങളുടെ പക്ഷത്താണെന്ന് ചിന്തിക്കേ, ദൈവത്തിനു വേണ്ടി ഹൃദയം വിട്ടുകൊടുക്കാതെ ഹൃദയം മുഴുവനും തിന്നും കുടിയും മക്കളെയും വിവാഹത്തെയും അവരുടെ മക്കളെയും കൊണ്ട് നിറച്ചിരിക്കുന്ന ആത്മീയ തലമുറ എന്ന് കേവലം പേര് മാത്രമുള്ള ഒരു തലമുറ. ആ തലമുറ ഉദ്ദേശിച്ച കർത്താവ് ഇത് പറഞ്ഞു. അതുകൊണ്ടാണ് കർത്താവ് ഉൽപ്പത്തിയിലെ ആ ഭാഗങ്ങൾ ഇവിടെ ഉപയോഗിക്കാൻ. ഇത് സംസാരിക്കുന്ന പുറത്തുള്ളവരോടല്ലല്ലോ, അകത്തുള്ളവരോടായതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമുക്കത് മനസ്സിലാകും. നമുക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ദൈവത്തിൽ ഒന്നുകൂടെ ഒന്ന് പുതുക്കിക്കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ. എങ്ങനെ കർത്താവെ, മാധ്യമങ്ങളിലെ വാർത്ത കണ്ട് ഞങ്ങൾക്കൊരു ഉറപ്പാണ്. കാരണം ഈ പറഞ്ഞ ഒരു ഉറപ്പാണ്. അതുപോലെ തന്നെ മനുഷ്യപുത്രൻ്റെവൻ. അപ്പൊ ഈ രണ്ട് കാര്യം സംഭവിക്കുന്നുണ്ടോ? ഉണ്ട്. രണ്ട് കാര്യം സംഭവിക്കുന്നുണ്ട്. ഒന്ന്, തലമുറ തങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങനെ പാപം പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ച് ഭയമില്ലാതെ ഹൃദയത്തിൽ ദുഷ്ടത തന്നെ നിരൂപിച്ച് ദുഷ്ടത തന്നെ ചെയ്യുന്ന തലമുറ ഇതോ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. അതങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമാന്തരമായി മറ്റൊരു തലമുറ. ഏത് തലമുറയാ? ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് പെട്ടക പണിയെ കുറിച്ച് അറിയണ്ട, പ്രളയത്തെ കുറിച്ച് കേട്ടിട്ട് മനം തിരിഞ്ഞ് ആ പണിയോട് കൂടെ നിന്ന് ആ പ്രളയം വരുന്നുവെന്ന് കാത്തിരുന്ന് പെട്ടകത്തിൽ കയറാൻ നോഹയുടെ സന്ദേശത്തെ ഗ്രഹിക്കേണ്ട ഒരു തലമുറ എവിടെ പോയി? തങ്ങൾക്കായി ജീവിച്ചു. ഈ രണ്ട് തലമുറകളിൽ ആര് നിൽക്കുക? നോഹ നിൽക്കുക. ഇത് യേശുവിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഉൽപ്പത്തി വായിക്കുമ്പോൾ അത് മനസ്സിലാകത്തില്ല. യേശു സംസാരിക്കുമ്പോൾ മനസ്സിലായി. ഒരു നാണയത്തിന്റെ രണ്ടു വശമാണിത്. അതിന്റെ നടുവിൽ ആര് നിൽക്കുകയാണ്? നോഹ നിൽക്കുക. നമുക്ക് ആ സ്ഥാനത്ത് നിൽക്കാം. എങ്ങനെ? നമുക്ക് മക്കളും മരുമക്കളും കാണും. നമുക്ക് വീട് കാണും. നോഹയ്ക്ക് മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു, നോഹയ്ക്ക് കൃഷിത്തോട്ടം ഉണ്ടായിരുന്നു, നോഹയുടെ മക്കൾക്ക് നല്ല നല്ല അതേ വരുമാന മാർഗങ്ങൾ, ഉപജീവന മാർഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടകമണിയുടെ കാര്യം വന്നപ്പോൾ മക്കൾ എന്തിനു പ്രാധാന്യം കൊടുത്തു? പെട്ടകമണിക്ക് പ്രാധാന്യം കൊടുത്തു. മുന്തിരി തോട്ടങ്ങളെയും അതേ ഗോതമ്പ് തോട്ടങ്ങളെയും യവത്തിന്റെ കൂമ്പാരങ്ങളെയും അവർ അതിൽ മുങ്ങിപ്പോകാതെ ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് അവർ പണിയെടുത്തപ്പോൾ അവർക്ക് മുൻപിൽ ഒരു കാര്യം വെളിപ്പെട്ടു. ദൈവം സംസാരിക്കുമ്പോൾ, ദൈവം ഇടപെടുമ്പോൾ, ദൈവത്തിന്റെ കൃപ ലഭിക്കുമ്പോൾ, ദൈവത്തെ അനുസരിക്കാനുള്ള കൃപയും കൂടെ ലഭിക്കുന്നേ. ചോദ്യം ചെയ്യാതെ അനുസരിക്കാനുള്ള ദൈവകൃപ ലഭിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി അവർക്ക്. ആ സമയം വന്നപ്പോൾ അവർക്ക് മനസ്സിലായി. മുന്തിരിത്തോട്ടങ്ങളിൽ വേല ചെയ്തവർ, വീഞ്ഞു കുടിച്ചു ഭക്തരായവർ, യവകുമ്പാരം ധാന്യപ്പുരയിൽ കൂട്ടിവെച്ചവർ ജലപ്രളയത്തിൽ മുങ്ങിച്ചാവുമ്പോൾ നോഹയ്ക്ക് മനസ്സിലായി, കഴിഞ്ഞ 100 വർഷം എന്നെ ഭാര്യയെക്കാളും മക്കളെക്കാളും മരുമക്കളെക്കാളും സ്വത്തിനേക്കാളും തോട്ടങ്ങളെക്കാളും അധികം ദൈവത്തെ സ്നേഹിച്ചത് നഷ്ടമായി പോയില്ല. അവന്റെ വേല ചെയ്തത് നഷ്ടമായി പോയില്ല. ഇതെപ്പോ മനസ്സിലാവും നമുക്ക്? അവന്റെ വരവിങ്കൽ നമുക്ക് മനസ്സിലാവും. എല്ലാരെക്കാളും അധികം യേശുവിനെ സ്നേഹിച്ചത് നഷ്ടമായില്ലെന്ന് ജലപ്രളയത്തിൽ വെളിപ്പെട്ട പോലെ യേശുവിന്റെ വരവിൽ വെളിപ്പെടും. അന്നേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ നാം നേടുന്നതെന്നൊന്നും നഷ്ടപ്പെടുത്തുന്നതും ഒന്നുമില്ലെന്നും. അന്നേ മനസ്സിലാകത്തുള്ളൂ നേടേണ്ടത് നേടാതെ നഷ്ടപ്പെടുത്തുന്നതിന്റെ പുറകെ പോയവർക്ക് മനസ്സിലാകും ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ എന്താണ്, നേടിയത് എന്താണ്. അന്ന് നോഹയ്ക്ക് മനസ്സിലായി. എല്ലാരും പറഞ്ഞു, നോഹേ, ഇത്രയധികം ദൈവത്തിന്റെ കാര്യം നോക്കിയാൽ അബദ്ധമാ. നിനക്ക് പിള്ളേരുള്ളതാ, അവർക്ക് കുടുംബം വേണ്ടതാ, തോട്ടങ്ങൾ അതെ വിശാലമാകേണ്ടതാ, കൃഷികൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം, കാര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെടണം. ഇത്രയും പോരാ, വരവുകൾ പോരാ. നീ ഇപ്പം നിന്റെ മുഴുവൻ ശ്രദ്ധയും മരം വെട്ടിക്കുക മക്കളെ കൊണ്ട്. നിന്റെ ശ്രദ്ധ മുഴുവനും അതേ പെട്ടകമണിയില. കഴിഞ്ഞ 100 വർഷമായി 500-ാം വയസ്സിൽ തുടങ്ങിയതാ. മഴ പോയിട്ട് ഒരു തുള്ളി വെള്ളം ആകാശത്ത് വീഴുന്നില്ല. ഈ പണിയെല്ലാം വ്യർത്ഥമാണ്. നോഹേ, വാ, ഞങ്ങളുടെ കൂടെ വാ, പെട്ടകപ്പണി നിർത്തി വാ എന്ന് എത്ര പേർ പറഞ്ഞു കാണും. പക്ഷെ നോഹയ്ക്ക് ഒരു കാര്യം അറിയാം. ദൈവത്തിന് പ്രസാദം ലഭിച്ച് തന്റെ വഴിക്ക് പോകാനല്ല, തന്റെ തോട്ടത്തിലേക്ക് പോകാനല്ല, ദൈവത്തിന് തോട്ടത്തിൽ വേല ചെയ്യാൻ. ദൈവം പറയുന്ന അനുസരിച്ചിട്ട് നമുക്ക് തിന്നാം. ദൈവം പറഞ്ഞ അനുസരിച്ച് നമുക്ക് കുടിക്കാം. ദൈവം പറഞ്ഞ അനുസരിച്ചിട്ട് നമുക്ക് കുടുംബമായി സന്തോഷിക്കാം. അങ്ങനെ ഉറപ്പോടെ ജീവിച്ച നോഹയെയും കുടുംബത്തെയും ആ പെട്ടകത്തിൽ കൂടി 8 പേർ രക്ഷ പ്രാപിച്ചെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കാം. ആരാണ് ഈ 2 പേർ വയലിൽ ഒരുമിച്ച്? ആരാണ് ഈ 2 പേർ കിടക്കയിൽ ഒരുമിച്ച്?
ആരാണ് ഈ രണ്ടുപേർ ഉരലിൽ ഒരുമിച്ച് ഇരിക്കുന്നവർ? അതായത് ജോലിയിലും വീട്ടിലും വയലിലും എത്ര ഐക്യതയോടെ ജോലി ചെയ്താലും, നമ്മുടെ മെസ്സേജ് തുടക്കത്തിൽ പറഞ്ഞ പോലെ കൈകളുടെ പ്രവൃത്തി മാത്രമല്ല ദൈവം നോക്കുന്നേ, ഹൃദയത്തിന്റെ നിരൂപണവും നോക്കും. രണ്ടുപേർ ഒന്നിച്ചു വയലിൽ പണിയുമ്പോൾ രണ്ടുപേരും ആലയത്തിൽ പോകുന്നവരാകാം, രണ്ടുപേരും രണ്ടുപേരും പ്രാർത്ഥനയ്ക്ക് പോകുന്നവരാകാം. പക്ഷേ ഒരാളുടെ ചിന്ത മുഴുവനും വയലിൽ ഇരിക്കുമ്പോഴും വയല്, ചർച്ചിലിരിക്കുമ്പോഴും വയല്. ഒരാളുടെ ചിന്ത മുഴുവനും വയലിലെ വേല, വയലിൽ വേല ചെയ്യുമ്പോഴും വയലിലെ വേല, ആലയത്തിൽ വരുമ്പോഴും വയലിലെ വേല. കർത്താവ് പറയുന്നു രണ്ടുപേരിൽ ഒന്നേ എടുക്കപ്പെടൂ. ആരെന്നറിയാമോ? വയലിൽ ചെല്ലുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് വയലിലെ വേല ചെയ്തിട്ട് അത് അവിടെ വിട്ടിട്ട് ദൈവത്തിനു വേണ്ടി മുന്നോട്ട് നീങ്ങുന്നവരെ തള്ളിക്കളയാൻ യേശുവിന് പറ്റത്തില്ല. ഉരലിലിരിക്കുന്ന രണ്ടുപേർ വളരെ താളബോധമുള്ളവരും ഐക്യതയുള്ളവരുമാ. ഒരു ഇടി തെറ്റിയാൽ, അസ്ഥാനത്തായാൽ ആ പണി പോരായ്മയിലേക്ക് വരും. നല്ല കൃത്യമായി ഒരൊറ്റ ഉരലിൽ രണ്ടുലക്ക കൊണ്ട് ഇടിക്കുവാൻ കഴിവുള്ള അത്ര നല്ല ഹാർമണിയുള്ള ഒരു രണ്ടുപേരാണെങ്കിലും ഒരുവൻ ഉലക്കയിൽ, ഒരുവനോ ഉലക്കയിൽ അല്ലെങ്കിൽ അടുക്കളയിൽ പണി ചെയ്യുമ്പോൾ, അടുക്കളയെ ഓർത്തു ആലയത്തിൽ വന്നിരുന്നാലും കൂട്ടായ്മയിൽ വന്നിരുന്നാലും പോണമെന്ന് പറയുമ്പോഴും പറയും, അയ്യോ വീട്ടിൽ ഒത്തിരി കാര്യം ക്രമീകരിക്കപ്പെടാറുണ്ട്. മറ്റൊരാളെങ്ങനെ, എടുക്കപ്പെടുന്ന ആളെങ്ങനാ? പണി തീർത്തിട്ട് അവിടെ കൊണ്ട് തീർത്തിട്ട് പറയും മതി, ഇത്ര ഇടിച്ചത് മതി. കർത്താവിന് മുൻസ്ഥാനമുള്ള എനിക്ക് അവന്റെ കാര്യാദികളോട് നോക്കാനാ ഈ ആരോഗ്യം തന്നിരിക്കുന്നു പറഞ്ഞു ഉലക്കയും ഉരലും അവിടെ ഇടുന്നവൻ അവന്റെ വരവിൽ എടുക്കപ്പെടും. വീട്ടിലിടിച്ച ഉരലും കൊണ്ട് ചർച്ചയിൽ വരുന്നവൻ, കൂട്ടായ്മയിൽ വരുന്നവൻ, ദൈവത്തിന് സ്ഥാനമില്ലാത്തവൻ, കർത്താവിന് വേണ്ടി ഒരു കഠിനാധ്വാനം പോയിട്ട് ചെറുവിൽ നടക്കാത്തവൻ, അവന്റെ വരവിന് വേണ്ടി ഒരാകാംക്ഷയില്ലാത്തവൻ, അവൻ എത്ര ഐക്യതയോടെ വേല ചെയ്താലും അവൻ തള്ളപ്പെടും. രണ്ടുപേർക്ക് കിടക്കയിലായിരിക്കും. ആ കിടക്കയിൽ കിടക്കുമ്പോൾ ഒരുവന്റെ ചിന്ത ഈ കിടക്കയിൽ കിടക്കാൻ, ആശ്വസിപ്പാൻ, ഉറങ്ങുവാൻ ഇടനെന്ന ദൈവത്തിന് സ്തോത്രം. എനിക്കറിയാം ഈ കിടക്കയിൽ ഞാൻ കിടക്കുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം. ഇന്ന് രാത്രി കാഹളധ്വനി മുഴങ്ങിയാൽ, പ്രധാന ദൂതന്റെ ശബ്ദം മുഴങ്ങിയാൽ, ഈ കിടക്കയിൽ എന്റെ ആശ്വാസം അങ്ങനെ വരവാണ്. എന്റെ ആശ്വാസം എന്റെ ഭാര്യ എന്റെ കൂടെ ഉള്ളതല്ല, എന്റെ നിത്യാശ്വാസം എന്റെ ഭർത്താവ് എന്റെ കൂടെ അല്ല, എന്റെ ആശ്രയം ഇന്ന് രാത്രി അങ്ങ് വന്നാൽ ഈ കിടക്ക വിട്ട് അകടത്തിലേക്ക് ഞാൻ എടുക്കപ്പെടുമെന്നുള്ള ദൈവത്തിൽ വിശ്രാമം കണ്ടെത്തുന്ന, യേശുവിൽ ആശ്രയം കണ്ടെത്തുന്നവൻ എടുക്കപ്പെടും. കിടക്കയെ ദൈവമായി കാണുന്നവൻ തള്ളപ്പെടും. വയലിനെ ദൈവമായി കാണുന്നവൻ തള്ളപ്പെടും. വേലയെ ദൈവമായി കാണുന്നവൻ തള്ളപ്പെടും. സ്വന്തം ബലത്തെ ദൈവമായി കാണുന്നവൻ തള്ളപ്പെടും. ദൈവത്തെ തന്റെ ബലമായി കാണുന്നവൻ, വയലിലും എനിക്ക് ദൈവം കൂട്ട്, വീട്ടിലും ദൈവം എനിക്ക് കൂട്ട്, കിടക്കയിലും എന്റെ ആശ്വാസം ദൈവം. അതേ, ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അവൻ എന്റെ ആശ്രയം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നന്മകളെ നന്ദിയോട് അനുഭവിക്കുന്നവൻ, അവൻ ഒരുങ്ങിയിരിക്കുന്നവനാ. കർത്താവ് പറഞ്ഞു നാഴിക അറിയേണ്ട കാര്യമില്ല അങ്ങനെയുള്ളവർക്ക്, അവർക്ക് ഒരുങ്ങിയിരുന്നാൽ മാത്രം. എന്റെ പ്രിയരെ, ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുക. ശക്തമായ മഴ ഇവിടെ പെയ്യുന്നു. നിങ്ങൾക്ക് കേൾക്കാമോ? എന്റെ ശബ്ദം കേൾക്കാമെന്ന് കരുതുന്നു. ഭയങ്കരമായ മഴ പുറത്തു പെയ്യുന്നുണ്ട്. കൊലോസിലേക്ക് നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം. നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ദൈവ ചിന്തകളെ ഞാൻ ഇവിടെ നിർത്തുകയാണ്. നമ്മള് ഏത് കാറ്റഗറിയിലാണ് നമ്മളെ പരിശോധിക്കാം. ഒന്ന്, മനുഷ്യർ കാണത്തക്കവണ്ണം ദുഷ്ടത പ്രവർത്തിക്കുന്ന, അവർ ദുഷ്ടരെന്ന് മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്ന, ലോകം വെളിപ്പെടുത്തുന്ന, പിന്നെ ദൈവത്തിന്റെ നിരൂപണങ്ങളെ ദുഷ്ടതയെന്ന് സർട്ടിഫൈ ചെയ്തു ഒരു തലമുറ. നാണയത്തിന്റെ ഒരു വശം, നോഗയുടെ കാലത്തിലെ മനുഷ്യരുടെ ഒരു വശം. മറുവശം, അവർ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുമെന്നും കരുതി ദൈവം പ്രതീക്ഷിച്ച ഒരു തലമുറ. ആ തലമുറ ഇപ്പോൾ അവരുടെ മനസ്സിൽ തിന്നുക, കുടിക്കുക, സമയത്ത് കല്യാണം, സമയത്ത് 21-25 വയസ്സ് കഴിഞ്ഞാൽ പാടാം, ചെറുക്കന്റെ 30 വയസ്സിന് മേളിയ പ്രായം, പിന്നെ കുഞ്ഞുങ്ങൾ, നോഗയുടെ കാര്യം പറയണ്ട, കല്യാണമൊക്കെ സമയത്ത് നടന്നു. പക്ഷെ ഇതുവരെ പിള്ളേരായില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ വലിയ പാടാ. അവരുടെ ശ്രദ്ധ മുഴുവനും അദൃശ്യനായ സർവശക്തനായ ദൈവത്തിലേക്കല്ല, എല്ലാം സമയത്ത് ലഭിക്കുന്ന പരിമിതികൾ നിന്നുകൊണ്ട് എല്ലാം അധിക സമയത്ത് നടന്നാൽ ഭാഗ്യവാന്മാരെന്ന് കരുതി അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തലമുറ. നാണയത്തിന്റെ മറുവശമാണ്
പ്രായം എന്തായി മോളുടെ? 27 വയസ്സോ? താമസിച്ചു, ഇനി വലിയ പാടാ ചെറുക്കനെ കിട്ടാൻ. മോൻ എത്ര വയസ്സായി? 30 കഴിഞ്ഞു. ഇനി വലിയ പാടാ, കാരണം ഇപ്പൊ പെമ്പിള്ളാരെ കിട്ടത്തില്ല. നമ്മുടെ ചെറുക്കനാണെ പറയും പെമ്പിള്ളാരെ കിട്ടത്തില്ല, നമ്മുടെ പെണ്ണാണെ പറയും ചെറുക്കനെ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ഇതുവരെ ആയില്ല. അപ്പൊ എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? അപ്പൊ അവര് വിചാരിച്ച നമ്മൾ 2-3 വർഷമൊക്കെ പറയുന്ന. അപ്പൊ നമ്മൾ ഒരു ബോംബ് ഇടുന്ന പോലെ ഒരു പറച്ചില്ല 25 വർഷമാണ്. അപ്പോഴേ അവരുടെ ചോദ്യം വരും, നിസ്സഹായരായി നമ്മുടെ മുമ്പിൽ അവര് പറയാതെ പറഞ്ഞു, നിങ്ങളെ പോലെ ഹതഭാഗ്യർ ലോകത്ത് വേറെ ഇല്ല, എല്ലാം അവസാനിച്ചു. എന്നാൽ ഇവര് തന്നെ പറയും, കുഞ്ഞുങ്ങളായി കഴിഞ്ഞ് പറയും, നിങ്ങൾ കേട്ടോണേ, നിങ്ങൾ കേൾക്കും കേട്ടോ, എന്നിട്ട് 25 ഒന്നും അല്ലെന്നേ, അവിടത്തെ 30 വർഷം കഴിഞ്ഞവർക്കുണ്ടായി. ദൈവം തന്നു കഴിയുമ്പോൾ അത് ഏതുമില്ലെന്ന് പറയും, തരാതിരിക്കുമ്പോൾ ഒരു നാളും കിട്ടത്തില്ലെന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയെ എങ്ങോട്ട് കൊണ്ടുപോകും? നമ്മുടെ ശ്രദ്ധയെ നമ്മുടെ സ്വന്തത്തിലേക്ക് കൊണ്ടുപോകും. ക്രിസ്തുവിനെ കർത്താവായി പ്രതിഷ്ഠിച്ച് പൂജിച്ച് ആരാധിച്ച് സേവിച്ച് സ്നേഹിച്ച് അവന്റെ ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും വളരേണ്ട തലമുറയെ എന്തുകൊണ്ടും ഗ്രാജുവലി എങ്ങോട്ട് കൊണ്ടുപോകും? വ്യഭിചാരത്തിലേക്കും കൊലപാതകത്തിലേക്കും ഹൃദയ നിരൂപണം ദുഷ്ടനിമിത്തം പാപത്തിലേക്കും ഒരു തലമുറ പോകുമ്പോൾ നാണയത്തിന്റെ മറുവശം അങ്ങനെ ചെയ്യുമെന്നല്ല അർത്ഥം. പിന്നെയോ തങ്ങൾക്കായി തന്നെ ജീവിക്കുന്നവരെ പ്രലോഭിപ്പിക്കും. എന്താ ഈ പറയണേ? നിങ്ങൾ ചുമ്മാ സമയം പാഴാക്കാവുന്നേ. നിങ്ങൾ ഇത് എപ്പോഴാ കാശൊക്കെ ഉണ്ടാക്കുന്നേ? ജീവിക്കാൻ കാശ് വേണ്ടേ? നമുക്ക് തന്നെ ജീവിക്കാനുള്ള പ്രലോഭനം കൊണ്ടിടും. നമ്മൾ തന്നെ നമ്മുടെ ജീവന്റെ ദാതാവായി മാറുന്ന, കർത്താവായി മാറുന്ന. ഈ സമയത്ത് വേണ്ടേ 10 കാശുണ്ടാക്കാൻ, ഈ സമയത്ത് വേണ്ടേ അത് ചെയ്യാൻ, ഈ സമയത്ത് വേണ്ടേ ഇത് ചെയ്യാൻ. ഇപ്പൊ പിള്ളേരുണ്ടായില്ലേ എപ്പം, ഇപ്പൊ മോന്റെ കല്യാണം നടന്നില്ലേ എപ്പം എന്ന് പറയുന്ന മനുഷ്യന്റെ ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രലോഭിപ്പിച്ച് അവനെ എങ്ങോട്ട് കൊണ്ടെന്നറിയാമോ? പിന്നെ അവന്റെ പ്രാർത്ഥന മൊത്തോ അവന്റെ തനിക്ക് തന്നെയായി ചരദിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, തനിക്ക് തന്നെയായി വേല ചെയ്യുന്ന, തന്റെ അധ്വാനം മുഴുവൻ തനിക്ക് തന്നെ ഉപയോഗിക്കുന്ന സന്തോഷം തങ്ങളുടെ സാഹചര്യങ്ങളിലും ഉത്സവങ്ങളിലും കൂട്ടായ്മയിലും. ഏത് കൂട്ടായ്മ? അതെ, ഈ വിരുന്നുകളിൽ കണ്ടെത്തുന്ന ഒരു കൂട്ടമായി വേറൊരു കൂട്ടം. യേശു പറഞ്ഞു, അവർ തിന്നും. അവർ കൊന്നും മുടിച്ചു എന്നല്ല കേട്ടോ, ആണല്ലോ മത്തായി സുവിശേഷം അങ്ങനല്ലല്ലോ. അങ്ങനെ ആണെ ആരെങ്കിലും വിളിച്ചു പറയണേ, ഞാൻ എന്നെ തെറ്റി വായിച്ചാണെങ്കിൽ. അവർ കൊന്നും മുടിച്ചു എന്നല്ല, അവർ തിന്നും കുടിച്ചും. വിവാഹത്തിന് കഴിച്ചും വിവാഹത്തിന് കൊടുത്തു പോന്നു. ഇന്നത്തെ ആത്മീയരെന്നൊക്കെ അഭിമാനിക്കുന്നവരുടെ പ്രാർത്ഥനയും പ്രാർത്ഥനാ വിഷയങ്ങളും അവർ ഉപവസിക്കുന്ന, അവരുടെ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷയാകുമ്പോൾ ഞാനങ്ങനെ ഉപവസിക്കണമെന്ന് പറഞ്ഞില്ല. അവരുടെ പ്രാർത്ഥനയെല്ലാം കേട്ട അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവർക്ക് കുഞ്ഞുങ്ങളും നന്നായി കാണണം. അയ്യോ, അവരൊരു ഉയർന്ന സ്ഥാനത്തെത്തണം. പക്ഷെ പറയുമ്പോഴങ്ങനല്ല. പറയുമ്പോൾ പറയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടാമെന്ന് പറയും. പക്ഷെ പ്രാർത്ഥിക്കുമ്പോ അങ്ങനല്ല. തങ്ങൾക്കായി തന്നെ, തങ്ങൾക്കായി തന്നെ, തങ്ങൾക്കായി തന്നെ. അയ്യോ, ഇന്ന് വരാൻ പറ്റത്തില്ല പാസ്റ്ററെ, ഇന്നെന്താ വരാഞ്ഞ്? അല്ലോ, ഇതങ്ങനെയല്ല, അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. ആ വിരുന്നിന് പോയില്ലെങ്കിൽ അവര് പിണങ്ങുവന്നേ. ഇപ്പൊ അയ്യോ, അത് കല്യാണത്തിന് പ്രായമായി, പാസ്റ്ററിന് മക്കളില്ലാത്തോണ്ട് പാസ്റ്റർ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ഞങ്ങളുടെ പിള്ളേരുടെ കല്യാണ പ്രായല്ലേ, ഞങ്ങൾക്ക് അതെല്ലാം ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അവരെ ഒന്ന് കെട്ടിച്ച് വിടുന്ന വരെ ഒരു സമാധാനം ഇല്ലെന്നേ. ഓർത്തോണം, നീ നാണയത്തിന്റെ മറുവശത്തെത്തി. എന്റെ പ്രിയരെ, അതോ നമ്മളിങ്ങനെ പറയോ? അസമാധാനത്തിനും അസ്വസ്ഥതയ്ക്കും ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി കാരണങ്ങളുണ്ട്. പക്ഷെ അതൊന്നുപോലും ഞങ്ങളുടെ ഹൃദയത്തെ കവരത്തില്ല. എപ്പം വരെ? യേശു ഞങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവായി വാഴുന്നിടത്തോളം കാലം ഞങ്ങളുടെ വീട്ടിലെ താമസം വെച്ച് കിടക്കുന്ന കല്യാണങ്ങളോ, കുഞ്ഞുങ്ങൾ ഇല്ലാതിരിക്കുന്നതോ, താമസിക്കുന്നതോ, ഞങ്ങളുടെ തോട്ടങ്ങളിൽ കൃഷിഫലം കുറയുന്നതോ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഞങ്ങളുടെ മനസ്സിനെ ബാധിക്കത്തില്ല. എപ്പം വരെ? ഞങ്ങൾ കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുന്നത്. അത് മാത്രമല്ല എന്റെ അനുഗ്രഹം കേട്ടോ, ബാധിക്കത്തില്ല, ആശ്വാസം കിട്ടുമെന്ന് മാത്രമല്ല, ഞങ്ങൾക്കൊരു കാര്യം അറിയാം, നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ ഞങ്ങൾക്ക് സംഭവിക്കത്തില്ല. ജലപ്രളയം ഒന്നും അവരറിഞ്ഞില്ല. കർത്താവിന്റെ വരവ് അറിയാതെ പോകുന്ന വയലിലെ ഒരാളും വീട്ടിൽ കിടക്കുന്ന ഒരാളും ഉരലിനുടയ്ക്കുന്ന ഇടിക്കുന്ന ആ ഒരാളായി ഞാൻ മാറത്തില്ല. മറിച്ച മറ്റേ വ്യക്തിയായി ആ കാഹളധ്വനി ഞാൻ കേൾക്കും, ആ ശബ്ദം ഞാൻ കേൾക്കും. കാരണം ആ ശബ്ദം കേൾക്കാൻ എന്നെ ബലപ്പെടുത്തുന്നതെന്നറിയാമോ? എന്റെ ഹൃദയത്തിൽ ഇതുവരെ വയല് കയറി പറ്റിയിട്ടില്ല, വസ്തു കയറി പറ്റിയിട്ടില്ല, മണ്ണ് വന്നെന്റെ മാണിക്യത്തെ ഇതുവരെ കവർന്നു കളഞ്ഞിട്ടില്ലെന്ന് ധൈര്യമായി പറയാൻ പറ്റുന്നവന് പറയാൻ പറ്റും. ഞാൻ അറിയും അവന്റെ വരവ്, ഞാൻ അവന്റെ വരവിൽ എടുക്കപ്പെടും. എന്നാൽ നിന്റെ ഹൃദയം ത്തിലിരുന്ന മാണിക്യമായ ക്രിസ്തുവിനെ മണ്ണ് കവർന്നോ? മക്കൾ കവർന്നോ? ഭാര്യ കവർന്നോ? ഭർത്താവ് കവർന്നോ? മുന്തിരിത്തോട്ടങ്ങൾ കവർന്നോ?
അവരെ കുറിച്ചാ പറയുന്നത്. തള്ളപ്പെടും, തള്ളപ്പെടും. യേശു പറഞ്ഞു, ഉപജീവന ചിന്തകളാൽ കുടുങ്ങിയാൽ നിങ്ങൾ മനുഷ്യപുത്രന്റെ വരവിൽ നഷ്ടമാകും. നോഹയുടെ കാലത്തിലെ ഒരു നാണയത്തിന്റെ രണ്ടു വശം. നമുക്ക് ഇന്ന് രാത്രി നമ്മളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. നമ്മൾ ഏത് വശം നിൽക്കും? നോഹയുടെ കൂടെ. എങ്ങനെ? ദൈവത്തോടൊപ്പം നടന്ന്. എങ്ങനെ? ഭാര്യയെയും മക്കളെയും അവരുടെ മരുമക്കളെയും അവരുടെ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ടാണോ നോഹ ദൈവത്തോടൊപ്പം നടന്നേ? അല്ല. യേശു പറഞ്ഞ കാര്യം, എല്ലാരെക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നവന്, എല്ലാരെക്കാൾ അധികം എന്നെ സ്നേഹിക്കാത്തവന് എന്നെ ശിഷ്യനായിരിക്കാൻ നോഹയ്ക്ക് ക്വാളിറ്റി ആയിരുന്നു. എല്ലാവരെക്കാൾ അധികം ദൈവത്തെ സ്നേഹിക്കും. നമുക്ക് നമ്മുടെ ക്വാളിറ്റിയെ ഒന്ന് റിന്യൂ ചെയ്യാം. നമ്മുടെ സ്റ്റാറ്റസിനെ ഒന്നുകൂടെ റിന്യൂ ചെയ്യാം. നമ്മുടെ ക്യാരക്ടറിനെ ഒന്നുകൂടെ റിന്യൂ ചെയ്യാം. നമ്മൾ ഏത് കാറ്റഗറിയിലാണെന്ന് ഒന്നുകൂടെ റിന്യൂ ചെയ്യാം. പുതുക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിന് നവീകരണം എത്തിക്കൊണ്ട് നമുക്ക് നമ്മളെ സമർപ്പിക്കാം. നമുക്ക് പറയാം, കർത്താവേ, നീ വരുമ്പോൾ ഞങ്ങൾ ആലയത്തിലായിരിക്കണം ഒരു നിർബന്ധവും എടുക്കപ്പെടാൻ. മനുഷ്യപുത്രന്റെ വരവിൽ നമ്മൾ പാടിക്കൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതല്ല ഒരുക്കം. കിടക്കയിൽ ഉറങ്ങിക്കോട്ട്, വയലിൽ വേല ചെയ്തോട്ട്, ഉരലിൽ ഇടിച്ചോട്ട്, നമ്മുടെ ഈ ഭൂമിയിൽ ഏൽപ്പിച്ച ഏത് പ്രവൃത്തി നമ്മൾ ഏർപ്പെട്ടിരുന്നാലും ഹൃദയത്തിൽ ആരാണ് മുഖ്യസ്ഥാനം വഹിക്കുന്ന അതനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതവും. അതനുസരിച്ചിരിക്കും അവന്റെ വരവിൽ നാം എടുക്കും. അതുകൊണ്ടെങ്കിൽ അവന്റെ വരവിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർ നമ്മൾ ഇന്ന് രാത്രി നമ്മളോട് തന്നെ ചോദിക്കാം, കർത്താവെ, ഏതെങ്കിലും സമയത്ത് എന്റെ ഹൃദയത്തിലെ ആകാംക്ഷ എന്റെ മക്കൾ കവർന്നെടുത്തോ? എന്റെ ഭർത്താവോ ഭാര്യയോ എന്റെ തോട്ടങ്ങളോ ബിസിനസ്സോ ജോലിയോ എന്റെ ഉപജീവനങ്ങളോ നാളെയെ കുറിച്ചുള്ള വിചാരങ്ങളോ കവർന്നെടുത്തെങ്കിൽ എന്നോട് ക്ഷമിക്കണേ കർത്താവെ, എന്നോട് ക്ഷമിക്കണേ കർത്താവെ. ആ സ്ഥാനം ആരെങ്കിലും കവർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ നീക്കിക്കൊണ്ട് അങ്ങയെ തന്നെ ഞാൻ ഇവിടെ പ്രതിഷ്ഠിക്കുന്നു. കാരണം എന്റെ ലക്ഷ്യം ഈ ഭൂമിയിലെ സമാധാനം മാത്രമല്ല, പിന്നെയോ സമാധാനത്തോടെ ജീവിച്ചവരുടെ വരവിൽ എടുക്കപ്പെടുക എന്നുള്ളൂ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.